ഒമാനിൽ വിവിധയിടങ്ങളിൽ മഴ തുടരും. ഹജർ മലനിരകളിൽ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും വാദികളിൽ മലവെള്ളപ്പാച്ചിലിനും സാധ്യത. കോടമഞ്ഞിലും മഴയിലും ജാഗ്രത വേണം. ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി ROP. ആഗോള മത്സരക്ഷമതാ സൂചികയിൽ മിന്നും പ്രകടനവുമായി GCC രാജ്യങ്ങൾ. ഖരീഫ് സീസണിൽ ഷാദ് വ്യൂ പോയിന്റിലെ ഗ്ലാസ് ബ്രിഡ്ജ് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഞായറാഴ്ച പലയിടങ്ങളിലും പെയ്ത മഴ തിങ്കളാഴ്ചയും തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലാണ് കാര്യമായി മഴ ലഭിച്ചത്. പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ സുൽത്താനേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർമേഘങ്ങൾ രൂപപ്പെടാനും ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഹജർ മലനിരകളിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായാണ് പ്രധാനമായും ഇടിമിന്നലോട് കൂടിയ മഴ ശക്തമാകാൻ സാധ്യതയുള്ളത്. മഴക്കൊപ്പം വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റ് കാരണം റോഡുകളിൽ കാഴ്ചപരിധി ഗണ്യമായി കുറയാൻ ഇടയുണ്ട്. കനത്ത മഴയെ തുടർന്ന് വാദികളും താഴ്ന്ന പ്രദേശങ്ങളും പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലിൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതിനാൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരും വാഹനമോടിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. ഒമാനിൽ പ്രതികൂല കാലാവസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. നാഷണൽ റിസ്ക് രജിസ്റ്ററുമായി സഹകരിച്ചാണ് ROP മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കനത്ത മഴയോ മൂടൽമഞ്ഞോ ഉള്ള സാഹചര്യങ്ങളിൽ റോഡ് അപകടങ്ങളുള്ള സാധ്യത ഏറെയാണ്. റോഡുകളിൽ കാഴ്ചപരിധി കുറയുന്ന സാഹചര്യങ്ങളിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കണമെന്നും ഡ്രൈവിംഗിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ROP പുറപ്പെടുവിച്ച പൊതുജന സുരക്ഷാ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മുന്നിൽ പോകുന്ന വാഹനങ്ങളുമായി സുരക്ഷിതമായ അകലം പാലിക്കണം. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ സ്റ്റിയറിംഗിൽ നിയന്ത്രണത്തോടെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കാനും യാത്രക്കാരോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആഗോള മത്സരക്ഷമതാ സൂചികയിൽ മുൻനിര സ്ഥാനങ്ങൾ സ്വന്തമാക്കി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പുറത്തുവിട്ട വേൾഡ് കോമ്പറ്റീവ്നെസ് ഇയർബുക്ക് 2026 അടിസ്ഥാനമാക്കി GCC സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഈ നേട്ടം വ്യക്തമാക്കുന്നത്. അതേസമയം വേൾഡ് കോമ്പറ്റീറ്റീവ്സ് ഇയർബുക്ക് 2026 സ്വിറ്റ്സർലാൻഡിനെ മറികടന്ന് സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും മത്സരക്ഷമതയുള്ള സമ്പദ് വ്യവസ്ഥയായി 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. ഹോങ്കോങ് 2-ാം സ്ഥാനത്തും സ്വിറ്റ്സർലാൻഡ് 3-ാം സ്ഥാനത്തുമാണ്. ലോകത്തിലെ 70 രാജ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 2026 സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. ഖരീഫ് സീസൺ സജീവമായതോടെ ഒമാനിലെ സലാലയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. പച്ച പുതച്ച മലനിരകളും തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും നേരിയ ചാറ്റൽ മഴയും നിറഞ്ഞ ഇവിടുത്തെ കാഴ്ചകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഈ സീസണിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് സാദ് വ്യൂ പോയിന്റിൽ അടുത്തിടെ പൊതുജനങ്ങൾക്കായി തുറന്ന ഗ്ലാസ് ബ്രിഡ്ജ്. ദോഫാർ ഗവർണറേറ്റിലെ ടൂറിസം വികസന പദ്ധതികളുടെ ഭാഗമായാണ് ജബൽ ഷാത്തിൽ ഈ ആകാശപാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാൽ കടലിന്റെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളുടെയും 360 ഡിഗ്രി പനോരമിക് കാഴ്ചകൾ ആസ്വദിക്കാനാകും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.